ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അഫ്ഗാനി പുലാവിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വെയിറ്റുണ്ടായിന് കേട്ടോ കിച്ചണിലേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ എന്ത് എളുപ്പത്തിൽ ഉണ്ടാക്കുമെന്നാണ് കേട്ടോ ഇങ്ങനെ ആലോചിച്ചത്. അപ്പോഴാണ് ഈ ഒരു അഫ്ഗാൻ ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ഓർമ്മയായത്. ഇത് ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേനി കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-8 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 5-8 ഏലക്കായി, പിന്നെ നമ്മളെ ജാതിപത്രി ഇല്ലേ, അത് ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിയില്ലേ, നമ്മൾ പൊടിക്കാത്ത മല്ലി, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത കുരുമുളക് ഉണ്ടല്ലോ, മുഴുവനായിട്ടുള്ള, അതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഈ ഒരു ബോള് വെളുത്തുള്ളിയാണ്. അത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഇഞ്ചി വേണം. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 10 പച്ചമുളകാണ്. അതുപോലെ ഒരു വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് പിന്നെ ഇടയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ആ ചിക്കന് വേവുന്ന സമയം കൊണ്ട് അരി ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബസുമതി റൈസ് ആണ് കേട്ടോ. ഇപ്പൊ ഈ ചിക്കൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പൊ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടില്ലേനോ, അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കുക. ഇപ്പൊ ഈ ചിക്കന് വെള്ള കളറിലല്ലേ ഉള്ളത്. ഇങ്ങനെ വെള്ള കളറിലുള്ള ചിക്കൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് ഓയിലും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ പീസിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ശരിക്കും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ ഒരു വൈറ്റ് കളറ് മാറ്റാൻ വേണ്ടി ചെയ്യണതാണ്. ഇനി ഇത് കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ പുലാവ് റെഡിയാക്കുന്ന ആ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഒരു 2 വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ആക്കി എടുക്കൂലേ ഉള്ളി, അതുപോലെ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ 2 ചെറിയ പീസ് പട്ട, അതുപോലെ ഒരു 4-5 ഗ്രാമ്പു, പിന്നെ ഒരു 4-5 ഏലക്കായി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്, പിന്നെ ഉണങ്ങിയിട്ടുള്ള ഏലക്കായ ഉണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റാറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് രണ്ടും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് കേട്ടോ എടുത്തത്. അപ്പം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ബേ ലീഫും ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകല്ലേ, അതും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചും ഒരു 2 പച്ചമുളകും ഒന്നിച്ച് അരച്ചെടുത്തത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കിയെടുത്തതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ചിക്കൻ നേരത്തെ മുളക് പൊടിയൊക്കെ തേച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തല്ലോ, അതുകൊണ്ട് ഇപ്പം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ചെയ്യാതെയാണ് ഇതിലേക്ക് ഇടുന്നത് വെച്ചാല് ഈ ഒരു ഓയിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫ്രൈ ആക്കിയിട്ട് ചിക്കന് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് തൈരും ഒരു 10 പച്ചമുളകും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക.
പിന്നെ ഇതാ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം എടുത്ത് വെച്ചിനല്ലോ, ആ ഒരു വെള്ളം ഞാൻ അളന്ന് നോക്കിയപ്പം 2 ഗ്ലാസ് ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്കുള്ള അരി എടുത്തത് 2 കപ്പാണ്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പീസ് ചെറുനാരങ്ങന്റെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം അരിക്കും കൂടെ കണക്കാക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ വെള്ളം തിളച്ച് വന്നാൽ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഊറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം ഞാൻ നോമ്പായതുകൊണ്ട് അതൊന്നും നോക്കണില്ല. ഇനി ഇതിലുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ് അത്രയും സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ കുക്കായി വരും. അപ്പോൾ ഇതാ നമ്മൾ അഫ്ഗാനി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് യഗ്നി പുലാവ് എന്നും പറയും കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ബീഫിലും മട്ടനിലൊക്കെ ചെയ്യാം. ബീഫിലാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതുണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഒരു മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതാ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ പോണ പലഹാരത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ കുറച്ച് മൊഞ്ചായിട്ടുള്ള മടക്ക് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു എഗ്ഗാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്. പിന്നെ കട്ടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ ആക്കിയെടുക്കണം. ഇനി ദോശൻ്റെ ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയിലൊന്നും വെക്കണ്ട, ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഈ ഒരു ദോശ ഈ ഒരു സൈഡിൽ നിന്ന് ഫില്ലിങ് ഉള്ള ഭാഗത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണേ. അതവിടെ ശരിക്കും ഒട്ടി നിൽക്കാനാണ് അങ്ങനെ ചെയ്യണത്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഭാഗത്തിനോട് തട്ടുന്ന രീതിയിലൊന്ന് ഈ ഒരു മാവ് ചുറ്റിച്ചെടുക്കണേ. അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ രണ്ടും കൂടെ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന രീതിയിലാവുള്ളൂ. ഇനി ഈ സൈഡിലും ഫില്ലിങ് വെച്ചു കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഒന്ന് പരത്തി വെച്ചു കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഇനി ഇതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. പിന്നെ ഇതാ ഈ ഒരു സൈഡിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എപ്പോഴും നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ കട്ടിയുള്ള ഭാഗത്തുനിന്ന് കട്ടില്ലാത്ത ഭാഗത്തേക്ക് വേണം കേട്ടോ മടക്കാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മാക്സിമം ഒരു 5-6 ലെയർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. ഈ ഫില്ലിങ് നമ്മൾ ചിക്കനാണല്ലോ ചെയ്തത്. അപ്പം അതിന് പകരം ഫിഷിലും ബീഫിലൊക്കെ ചെയ്യാം. അങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 2 സൈഡിലേക്കും തിരിച്ചിട്ടിട്ട് ഓരോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാ നല്ല മൊഞ്ചത്തി മടക്ക് പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ മസാല കുറച്ച് ബാക്കിയുണ്ടായിനി. അപ്പോൾ ഇതാ ഞാൻ സമൂസ ലീഫിൽ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് എയർ ഫ്രയറിൽ വെക്കാമെന്ന് വിചാരിച്ച്. ഇതിന് മുകളിൽ എഗ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോമ്പിന് ഈ പലഹാരങ്ങൾ ദിവസമൊന്നും ഉണ്ടാക്കൂല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം എന്തായാലും ഉണ്ടാക്കാം. നിങ്ങൾക്കും കൂടെ അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാ. പിന്നെ മക്കൾ നോമ്പെടുക്കുമ്പോൾ എന്നും സ്നാക്സ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഇടയ്ക്ക് എനിക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കാൻ ഒരു മടിയും വരും കേട്ടോ.
ദിയമോള് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കും. മടി പിടിച്ചിരിക്കാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ, എല്ലാവർക്കും മടി ഉണ്ടാവും. പിന്നെ നമ്മൾ ആ മടി ഇല്ലാതാക്കാൻ നോക്കുക എന്നുള്ളതാണ് അതിന് പറ്റിയ പണി കേട്ടോ. എങ്ങനെങ്കിലൊക്കെ അത് ഒഴിവാക്കുക. മടി ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒരു പണി നടക്കൂല കേട്ടോ. ഇങ്ങനെ എയർ ഫ്രയർ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ, ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ല ഈസിയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അങ്ങനെ ഏതായാലും നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മടുക്ക് പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അതുപോലെ കാണാനും നല്ല മൊഞ്ചുണ്ട്. ഇങ്ങനെ ലെയർ ആയിട്ട് ചട്ടിപ്പത്തിരി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പുലാവ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ ഈ ഒരു റൈസ്. ഇതിലേക്ക് തക്കൂസും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ പെരുന്നാളിന് ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞേരെ സ്കൂളിലേക്കുള്ള ബുക്കൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാനുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.